കോടാനുകോടി രൂപകളിട്ട് സക്കാത്ത് കൊടുക്കാതെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കോടീശ്വരന്റെ കണക്ക് പരിശോധിച്ചാൽ, കേരളക്കാരനായ മുസ്ലിം സഹോദരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ, അവൻ കൃത്യമായി എല്ലാ വർഷവും അവന്റെ സമ്പത്തിൽ നിന്ന്, അവന്റെ മുതൽ മുടക്കിൽ നിന്ന് കൃത്യമായി 2.5% അവൻ അള്ളാന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുത്താൽ, ഈ ദുനിയാവിൽ വിശിഷ്യ ഈ കേരളത്തിൽ ഒരു തെണ്ടികൾ പോലും ഉണ്ടാവുകയില്ല കേട്ടോ. പക്ഷേ ആരാണ് അതിനു വേണ്ടി ചെലവാക്കുക? ആരാണ് സമയം ചെലവാക്കുക? ആരാണ് അതിനു വേണ്ടി പണം മാറ്റിവെക്കുക? ലക്ഷോപലക്ഷങ്ങളുള്ളവനാണ്, കോടികൾ കൊണ്ട് കളിക്കുന്നവനാണ്, എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുള്ളവനാണ്. അവന്റെ വലിയ വീടിന്റെ മുന്നിലേക്ക് ഗേറ്റ് തുറന്ന് അവനെ പ്രതീക്ഷിച്ചിരുന്ന് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോ അവനോട് തന്റെ ആവലാതി വേവലാതി പറഞ്ഞാൽ അവൻ പിച്ചച്ചട്ടിയിലേക്ക് വലിച്ചിടുന്നത് കേവലം 100 500 നോട്ടാണ്. 5000ങ്ങളും 50000ങ്ങളും 5 ലക്ഷവും കൊടുത്താൽ മതിയാകാത്തവനാണ് കേവലം ഒരു 50 രൂപയിൽ ഒതുക്കുന്നത്, ഒരു 500 രൂപയിൽ ഒതുക്കുന്നത്. ഇത് സക്കാത്തല്ല കേട്ടോ, ഇത് സദഖയല്ല കേട്ടോ. കേവലം നിന്റെ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നതിന്റെ പേരിൽ ആ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ, ഈ ഒരു ഇടങ്ങേറി എന്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നീ അവരെ കല്ല് വെച്ച് എറിയുന്നതിന് പകരം കേവലം നാണയത്തുട്ടുകൾ കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന സദഖയല്ല. ഇസ്ലാമിന്റെ സമ്പത്തിന്റെ വ്യവസ്ഥ, സക്കാത്തിന്റെ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? 5 കോടിയുടെ ആസ്തിയുള്ളവനാണ്, 5 കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നവനാണ്. കരുനാഗപ്പള്ളി ടൗണിൽ പോയി നോക്ക്, ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കെട്ടിടങ്ങളാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക്, ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കടകളാണ്, ഭൂരിഭാഗവും മുസ്ലിമീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണ്. കോടാനുകോടി ടേൺ ഓവറാണ് വർഷം തോറും കഴിയുന്നത്. ഈ ടേൺ ഓവർ കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് അവന്റെ മുതൽ മുടക്കിൽ നിന്ന് 2.5% അവൻ മാറ്റിവെച്ചാൽ, കേവലം ഒരു നല്ല പണക്കാരൻ, നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം അവൻ കൊടുക്കേണ്ട സമ്പത്ത് സക്കാത്ത് എത്രയെന്നറിയോ? 25 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷത്തോളം രൂപയാണ് കണക്ക്. ആര് കൊടുക്കുന്നു? ആര് മനസ്സിലാക്കുന്നു? ടോറസിലും വലിയ വലിയ വണ്ടികളിലുമാണ് കോടാനുകോടി സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വരുന്നത്, പോകുന്നത്. ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നു, ഇറക്കുന്നു, വരുന്നു, പോകുന്നു. ഗോഡൌണിലേക്ക് സാധനം വരുന്നു. ഗോഡൌണിൽ കോടാനുകോടിയുണ്ട്, ഗോഡൌണിൽ ലക്ഷക്കണക്കിനുണ്ട്, അവിടെയുണ്ട് ഇത്ര ഗോഡൌൺ. ഈ ഗോഡൌണിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മൊത്തം നീ കണക്ക് കൂട്ടണം. ഒരു വർഷം ആകുമ്പോ ആ കണക്ക് കൂട്ടണം. ആ ഒരു വർഷത്തെ കണക്കിൽ 3 കോടി രൂപയുടെ സാധനം നിന്റെ വീട്ടിലുണ്ടോ, നിന്റെ കടയിലുണ്ടോ? അതിന്റെ 2.5% അള്ളാഹ്ക്ക് വേണ്ടി നീ മാറ്റിവെക്കണം. ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, ബാധ്യതയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് പോലെ നിർബന്ധമായ ബാധ്യതയാണ്. ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ്. ഈ 2.5% കൊടുക്കാതെ നീ അതിട്ട് കച്ചവടം ചെയ്താൽ നിന്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകും. അത് പാവപ്പെട്ടവന്റെ പണമിട്ടാണ് നീ കളിക്കുന്നത്. അത് നിന്റെ വയറ്റിൽ തീയായി മാറുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇൽമു കേൾക്കണ്ടേ? എത്ര പണക്കാരന്മാരാ വാഴ കേൾക്കുന്നത്? എത്ര പണക്കാരന്മാരാ ദീൻ കേൾക്കുന്നത്? ഈ പാവപ്പെട്ട മീൻ കച്ചവടക്കാരും ഇറച്ചി കച്ചവടക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരന്മാരും വാഴ കേൾക്കാൻ വരും. വലിയ വലിയ സമ്പന്നന്മാർ എവിടെ വാഴ കേൾക്കാൻ വരുന്നത്? വലിയ വലിയ സമ്പന്നന്മാർ വാഴ കേൾക്കാൻ വന്നാൽ ഈ വാഴ കേൾക്കുന്നതനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടി വരും. പ്രവർത്തിച്ചാൽ അവന്റെ സമ്പത്തിൽ നഷ്ടം വരുമെന്ന് അവൻ ധരിക്കുന്നുണ്ട്. ആര് വരുന്നുണ്ട് വാഴന്? ഇനി അവൻ ജുമുഅക്ക് പള്ളിയിൽ വന്നാൽ തന്നെ ഇമാമ് മിമ്പറിൽ കയറുന്ന സമയത്തെ പള്ളിയിലേക്ക് വരുള്ളൂ, അല്ലാത്ത സമയത്ത് അവൻ പള്ളിയിൽ വരൂല. അവന്റെ അടുത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അവന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ വേണ്ടവണ്ണം ചെലവാക്കാൻ അതിനൊരു അവസരം കണ്ടെത്താൻ ഏത് സമ്പന്നനാണ് തയ്യാറാകുന്നത്? ഏത് സമ്പന്നനാണ്? കണക്ക് കൂട്ടി സമ്പത്ത് കറക്റ്റായിട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ മൊത്തം കൂട്ടി അവന്റെ മൂലധനം കണക്ക് കൂട്ടി അവൻ സക്കാത്ത് കൊടുത്താൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ 80 ലക്ഷം മുസ്ലിമീങ്ങളില് 10 ലക്ഷം പണക്കാരുണ്ടെന്ന് കൂട്ടിക്കൊള്ളി. 10 ലക്ഷം പണക്കാർ കൂട്ടിക്കോളി. ബാക്കി 70 ലക്ഷവും സാധുക്കളാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ്. അവരും കൊടുക്കണം, അതവിടെ ഇരിക്കട്ടെ. എന്നാലും ടോപ്പ് ലെവലിലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ 1 ലക്ഷം സമ്പന്നന്മാരുണ്ടാകട്ടെ, അവർ തന്നെ കൊടുത്താൽ മതിയല്ലോ. കോടാനുകോടി രൂപയുടെ സക്കാത്ത് ഉണ്ടാകും. കണക്കറിയില്ല.
ആർക്കും ഇതിന്റെ കണക്കറിയില്ല. ഈ സമ്പത്ത് സക്കാത്ത് എന്താണെന്ന് എന്റെ സുഹൃത്തുക്കളെ, വലിയ വലിയ സമ്പന്നന്മാര് പഠിക്കണം. ഇതെന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ഈ ടിവിയിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് കോടികൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഓർക്കണം, നാളെ ഒരു ദിവസം മലക്കുൽ മൗത്ത് നിന്നെ തേടിയെത്തും. നാളെ ആഖിറത്തിലെത്തിയിട്ട് ഇതിന്റെ മുഴുവനും ഹിസാബ് പറയേണ്ടി വരുമ്പോ, പടച്ചവനെ ഒരാലിമീങ്ങളും അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിനക്ക് അവിടെ അവകാശമില്ല. ആലിമീങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ നീ വന്നിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. നമസ്കരിക്കണമെങ്കിൽ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാൻ നീ തയ്യാറാകണം. ഖുർആൻ ഓതാൻ പറ്റാത്തതിന്റെ പേരിൽ എന്തുകൊണ്ട് ഖുർആൻ ഓതാൻ പറ്റിയില്ല? പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പഠിക്കാൻ തയ്യാറായില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സാഹചര്യമുണ്ട്, പഠിപ്പിച്ചറിയാൻ ആലിമീങ്ങളുണ്ട്, പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല. നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെ, അതെങ്ങനെ മനസ്സിലാക്കും? ഇതിനുള്ള സാഹചര്യം എനിക്കുണ്ട്, പക്ഷെ ഞാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെ കൊടുക്കുക? ഇതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ കൊടുക്കും? എങ്ങനെ പഠിക്കും? ഇതിനാണ് അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, അബൂദർ വെറുതെ പോയി 1000 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അബൂദർ ആദ്യം നമസ്കാരം എന്തെന്ന് പഠിക്ക്. ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, ഖുർആൻ ഓതേണ്ടത് എങ്ങനെയെന്ന് പഠിക്ക്. സദഖ സക്കാത്ത് ചെയ്തിട്ട് കാര്യമില്ല, അത് എങ്ങനെയെന്ന് പഠിക്ക്. കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല, കച്ചവടം ഹലാലേത് ഹറാം ഏത് എന്ന് ആദ്യം പഠിക്ക്. ഈ വാളെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നിങ്ങൾ കരിക്ക് കുറെ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പൈസ പിരിക്കാനാണെന്ന്, അതും ഇസ്ലാമിന്റെ ഭാഗമാണ്. ഈ സമ്പന്നന്മാര് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പിരിവ് വരേണ്ടി വരുന്നത്. അവന്റെ വീടിന്റെ പട്ടിയെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയുടെ പൈസ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊപ്പാൻ പറ്റും. പൂച്ചയെ വളർത്തുന്ന പൈസ മതി. 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപയുടെ പൂച്ചയെ വാങ്ങുന്നവരുണ്ട്. 4 ലക്ഷം രൂപയുടെ പൂച്ച. ആര് പറഞ്ഞു 4 ലക്ഷം രൂപ കൊടുത്ത് പൂച്ചയെ വാങ്ങാന്? ഈ പൂച്ചയ്ക്ക് തീറ്റ വാങ്ങാന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടതാണ്, ന്യൂസിൽ കണ്ടതാണ്, 1.5 കോടിയുടെ പട്ടി ഒരാൾ വാങ്ങി. 1.5 കോടിയുടെ പട്ടി. ഇവന് പട്ടിയുടെ വിലയില്ല, ഇവൻ പോയി വാങ്ങിയത് 1.5 കോടി രൂപയുടെ പട്ടി. അവന്റെ മുഖത്ത് നോക്കി, എടാ പട്ടി എന്ന് വിളിച്ചു നോക്ക്, അവന്റെ ദേഷ്യം കയറാം. പിന്നെ നിനക്ക് ദേഷ്യം കയറുന്നെങ്കിൽ നീ പിന്നെ 1.5 കോടി രൂപയുടെ പട്ടിയെ വാങ്ങിയത്? 1.5 കോടി രൂപ. ഞാൻ തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി എഴുതി ഒട്ടിച്ചിരിക്കുന്നു. ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന്, എന്താ ഉസ്താദ് ഏതാണ്ട് ഞാൻ ഇത് കണ്ടിട്ട്, ഞാൻ പാവം വല്ല സാധുക്കളായിരിക്കും വലിയ പട്ടി. അയ്യോ, അത് നമ്മുടെ കൗമ ഉസ്താദെ, നമ്മുടെ കൗമ. അവരുടെ മക്കളെ പോലും ഇത്രയും സ്നേഹമില്ല. നമ്മുടെ കൗമാണ്, മക്കളെ പോലും ഇത്ര സ്നേഹമില്ല. ആ പട്ടി അവർ ഇങ്ങനെ എടുത്തോണ്ട് നടക്കും, ഇങ്ങനെ എടുത്തോണ്ട് നടക്കും, അങ്ങനെ കൊഞ്ചിച്ചോണ്ട് നടക്കും, ഇങ്ങനെ ഉമ്മ കൊടുക്കും, ചാപ്പാട് വാരി വായിൽ വെച്ചു കൊടുക്കും. ആ പട്ടിയെ കുറെ നാളായിട്ട് കാണാനില്ല. എൻ്റെ വിഷമം തീർന്നിട്ടില്ല. 3-ാം പത്തയും 40-ാം പത്തയും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം അവരിങ്ങനെ വെളിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. അവർ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ പട്ടിയാണെന്ന്. സ്വന്തം മക്കൾക്ക് ഇത്രയും വിലയില്ല. അങ്ങനെയുണ്ട് പട്ടിക്ക് വില. ലക്ഷങ്ങൾ ചെലവാക്കിയ പട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അതിനുവേണ്ടി ചെലവാക്കുന്നു, പട്ടിക്ക് വേണ്ടിയിട്ട്, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട്. പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്നവൻ അള്ളാണ്. നീ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അത് അള്ളാ കൊടുത്തോളൂ എവിടുന്നെങ്കിലും. ആദ്യം നീ മനുഷ്യന്മാർക്ക് വെള്ളം കൊടു, മനുഷ്യന്മാർക്ക് വെള്ളം കൊടു. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم. പറക്കമറ്റാത്ത എത്രയെത്ര പക്ഷിപറവാദികൾക്കാണ്, എത്രയെത്ര മൃഗങ്ങൾക്കാണ് അല്ലാഹുവേ നീ വെള്ളം കൊടുക്കുന്നത്, അവർക്ക് അന്നദാനങ്ങൾ നൽകുന്നത്, ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, അന്നപാനീയങ്ങൾ നൽകുന്നത് നീ തന്നെയല്ലയോ അല്ലാ. നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ തന്നെയല്ലയോ. സ്വന്തമായി അധ്വാനിച്ച് തിന്നാന് കഴിക്കാൻ മാർഗമില്ലാത്ത എത്രയോ മൃഗങ്ങളാണ്. അല്ലാഹു യർസുഖുഹാ, പടച്ചവനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വഇയ്യാക്കും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവനാണ്, പടച്ചവനാണ്. അല്ലാഹുവാണ് പടച്ചവൻ, അവനാണ് തരുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ വലിയൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഖാദിമാണ്. എത്രയോ സഹോദരങ്ങളെ ഖബറിലേക്ക് പോയിട്ട് ആ ഖബറിന്റെ ആ ചപ്പുകൂനകളൊക്കെ മാറ്റിയിട്ട് പള്ളിയിലെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഞാൻ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട്, സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട്, സഹോദരാ ജീവിച്ചിരിക്കുമ്പോൾ നീ വെള്ളം കൊടുത്താൽ കൂലിയുണ്ട്. ഈ ഖബറിന്റെ മോളിൽ കൊണ്ട് വെറുതെ പള്ളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്നും ഒരു പുണ്യവും ഇല്ല. എന്താ ഗുണമുള്ളതെന്ന് പറ കേൾക്കട്ടെ. ഈ മയ്യത്ത് ഈ കവറിന്റെ മോളിൽ കൊണ്ട് ഇയാളെ വെള്ളം കൊണ്ട് ഒഴിക്കുക. എന്റെ വാപ്പായിരിക്കും ജീവിതത്തിൽ വെള്ളം കൊടുത്തു കാണൂല്ലേ, ആ വിഷമമാണ്. ഇവന്റെ ഉമ്മ ആയിരിക്കും ജീവിതത്തിൽ ഉമ്മാക്ക് വെള്ളം കൊടുത്തു കാണൂല്ലോ, അതിന്റെ വിഷമമായിരിക്കും. കൊണ്ട് ഒഴിച്ചു കൊടുക്കാണ് പള്ളിയുടെ വെള്ളം.
പള്ളിയുടെ വെള്ളം അനാവശ്യമായി ഉപയോഗിച്ചാൽ നാളെ അതിനും അല്ലാഹുവിന്റെ മുന്നിൽ ഹിസാബ് പറയണം. ആ വെള്ളമാണ് ഖബറിന്റെ മോളിൽ കൊണ്ട് വെറുതെ ഒഴിക്കുന്നത്. അത് മോദി സാഹിബ് ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുണ്ട്, അത് മതി. പിന്നെ നീ എന്തിനാ എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട് ഒഴിക്കുന്നത്? ഇനി നിനക്ക് ആ ഖബറിൽ കിടക്കുന്നവന് ഗുണം കിട്ടണോ? വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത വീട്ടുകാർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുക്കണോ? എന്നിട്ട് നിന്റെ ആ ഖബറാളിക്ക് വേണ്ടി നീ എത്തിച്ചെയ്യ്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ കിണർ കുഴിക്കണമെങ്കിൽ 1 ലക്ഷം വേണം. പക്ഷെ ഇവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് 1 ബക്കറ്റ് വെള്ളം മതി. ഉടായിപ്പിലൂടെ സ്വർഗത്തിൽ പോകാന്നൊന്നും കരുതണ്ട. അല്ല പൊട്ടനും ചെട്ടിയൊന്നും അല്ല കേട്ടോ. നിന്റെ ഉടായിപ്പിന്റെ പണിയൊന്നും അള്ളാന്റെ അടുക്ക നടക്കൂല കേട്ടോ. ഈ വെള്ളം എടുക്കുന്നതിന് നീ അള്ളാന്റെ കോടതിയിൽ ഹിസാബ് പറയണം, മറുപടി പറയണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എൻ്റെ ഉമ്മ മരിച്ചുപോയി നബിയേ, എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മയുടെ ആഖിറത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ മാർഗമുണ്ടോ റസൂലേ? ഹബീബായ തങ്ങൾ അള്ളാന്റെ റസൂൽ സഹാബിയോട് പറയുകയാ, നീ പോയി നിന്റെ നാട്ടിൽ നോക്കണേ, ആ നാട്ടുകാർക്ക് എന്തിനോടാണ് ആവശ്യമെന്ന് അന്വേഷിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ട സഹാബി പോയിട്ട് അന്വേഷിച്ചപ്പോ നബിയെ കുടിക്കാൻ വെള്ളം വളരെ വിഷമിക്കുകയാണ് ആ നാട്ടുകാർ, ആ ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മാന്റെ പേർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവർ ആരൊക്കെയാണോ അതിന്റെ എല്ലാ സവാബ് ആ ഖബറിലേക്ക് എത്തും സഹോദരാ. അതൊരു ജാരിയായ സദഖയാണ് കേട്ടോ. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, ജാരിയായ സദഖ. സംഭവം നോക്കുമ്പോ എന്താ, കിണർ കുഴിക്കുന്നതിന് 1 ലക്ഷം രൂപ ആവും. ഇതാവുമ്പോ 1 ബക്കറ്റ് വെള്ളത്തിന് ചെലവല്ലേ ഉള്ളൂ. സംഭവം ശരിയല്ലേ? ബാപ്പായാലും ഉമ്മായാലും മരിച്ച് എക്സ്പയർ ആയ സാധനത്തിന് വേണ്ടി ഇനി എന്തിനാണ് നമ്മൾ ചെലവാക്കുന്നത്? ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന് ഉസ്താദമാര് വാതിലൂടെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഈമാന്റെ പവർ വേണം. ഈമാൻ ഇല്ല എങ്കിൽ നിനക്കതിൽ വിശ്വാസമില്ല. പള്ളിയിലത്തെ വെള്ളം കൊണ്ടുവന്ന് നീ ഒഴിച്ചു കൊടുക്കും. മുന്നിലോട്ട് വന്നിരിക്കുക സുഹൃത്തുക്കൾ, എന്തിനാ പിറകിരിക്കുന്നേ? മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടു മതി. എഴുന്നേറ്റ് ബാക്കിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കയറിയിരിക്കും. ഇപ്പുറത്തിരിക്കുന്നവർക്ക് മുന്നോട്ട് കയറി കുറച്ച് കയറി ഇരുന്നോളേ. ദീനിന്റെ കാര്യമല്ലേ, കയറി ഇരുന്നോളേ. നിങ്ങൾ എവിടെ ഇരുന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് മുന്നോട്ട് ഇരുന്നോളേ, കസേര ഉള്ളിടത്തൊക്കെ ഇരുന്നോളേ ഇൻഷാ അല്ലാഹ്. മൊയ്ന ഇനി വന്നിരിക്കടാ, ഇനി വാ, ഇനി വാടേ. അബ്ദുള്ള ഉസ്താദിന്റെ മകൻ അള്ളാഹ് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആ ഫ്രണ്ടിലെ കസേല അവിടെ കുറച്ച് കാലുണ്ടല്ലോ, കയറിയിരിക്കപ്പാ, എഴുന്നേറ്റ് കയറിയിരിക്കുക. ബീവിങ്ങൾ അടുത്തടുത്തിട്ട് കയറിയിരിക്കും. കാരണം ഇതെൻ്റെ ഏറ്റവും വലിയ തെളിവ്. വാത് പറഞ്ഞിട്ട് ആരും നന്നാവൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കൂല എന്നുള്ളത്. കറക്റ്റായ കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് ഈ വാത് നിർത്താൻ പോകും ഞാൻ. വെറുതെ ഫായത ഒന്നുമില്ല, വേസ്റ്റ്. ആകപ്പാടി വാത് കൊണ്ട് ഗുണമുള്ളത് ഇവന്മാർക്കാണ്. അതുകൊണ്ട് ഇത് യൂട്യൂബ് അടിച്ച് അവന്മാർ കാശുണ്ടാക്കും. പിന്നെ വാതും പറഞ്ഞ് ഞങ്ങൾക്കും കുറച്ച് പൈസ തരും. ഞങ്ങൾക്ക് 2 രൂപയ്ക്ക് ഗുണമുള്ളൂ, ബാക്കി ഈ വരുന്ന ഒറ്റ ഒരെണ്ണത്തിന് ഗുണമില്ല. ഈ ഇരിക്കുന്ന മുസ്ലിയാക്കന്മാർ നിങ്ങളുടെ പോക്കറ്റ് ഇരിക്കുന്ന അള്ളിപ്പറിച്ച് മേടിച്ച് അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും. വാസ്തവം ഇത് തന്നെയാണ്, ശരിയല്ലേ? ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. ഇത് പറയുന്ന മൊയ്ലിയാരും നന്നാവില്ല, കേൾക്കുന്നത് നിങ്ങൾ നന്നാവില്ല. സംഭവം ശരി തന്നെയാണ്. ഫായതയില്ല, നമുക്ക് വിഷമം വരും. ഇതല്ല എന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചു പോകും. എന്തിനാണ് ഇത് പറയുന്നത്? ഇതുകൊണ്ട് എന്താ ഗുണം? ഇന്ന് ഏറ്റവും കൂടുതൽ ദഅവത്ത്, ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദഅവത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. നെറ്റ് അടിച്ചാൽ മതി. ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി. എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്നടിച്ചാൽ മതി. വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഏത് ഹദീസ് വേണം, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം, നിങ്ങൾക്ക് അതിനകത്തുണ്ട്. പിന്നെ എവിടെയാ പ്രശ്നം? നാളെ ആഖിറത്തിൽപ്പെട്ട അള്ളാന്റെ മുന്നിൽ, പടച്ചവനെ എന്നെ ആരും പഠിപ്പിച്ചില്ല അല്ലാ, എനിക്കാരും പറഞ്ഞു തന്നില്ല അല്ലാ, ഇൽമ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവുമില്ല കേട്ടോ. ഖുർആൻ പഠിക്കാതെ നീ നാളെ ആഖിറത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഖുർആൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. പടച്ചവനെ എന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അവകാശമുണ്ടായിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല. തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണം, മോനെ ഞാൻ നെറ്റെടുക്കടാ, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്ന് നോക്കടാ. നെറ്റ് ഉസ്താദ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും.
സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ? ഓരോരുത്തരും അവന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത്. ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണ് ഓഹരി ചെയ്യുന്നത്. വസ്തു ഓഹരി ചെയ്യുമ്പോൾ, അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ ഖുർആനിലും ഹദീസിലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ്. ഉമ്മ പോയി വാപ്പാന്റെ ചെവിയിലെ തലയണ മന്ത്രം ഓതി കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരിയൊക്കെ ചെയ്തു തന്നല്ലേ. ഇളയവൻ തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മൂത്തവന് നിങ്ങളൊരു 3 ഏക്കർ എഴുതി കൊടുത്തിട്ട് ഇളയവന് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു 20 സെന്റ് കൊടുത്താൽ മതി. അവനെ കൊണ്ട് എന്താ ഗുണമുള്ളത്? ഈ വാപ്പാന്റെ ചെവിയിൽ പോയി ഉമ്മ പാതിരാത്രി 12 മണിക്ക് തലയണ മന്ത്രം പറയുമ്പോൾ വാപ്പ അത് അങ്ങോട്ട് സ്വീകരിക്കും. ആ ശരി, നാളെ അമ്മക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് വെക്കാം. നാളെ കുനിച്ചിരുത്തി വാപ്പാക്ക് വിടിയും കിട്ടും, ഈ മന്ത്രം ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും. മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ? അവന് അർഹതയുണ്ട് സമ്പത്തിന്. നിനക്ക് വാപ്പാക്ക് ഇനി ഭക്ഷണം തന്നിട്ടുണ്ടോ, ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത്? അവന്റെ ഹക്ക് നീ കൊടുത്തേ പറ്റുള്ളൂ. ഇനി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ആഖിറത്തിൽ അല്ലാഹ് പിടിച്ചോളും. അത് വേറെ. നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആഖിറത്തിൽ അല്ലാഹ് പിടിച്ചോളും. പക്ഷെ നീ ഉണ്ടാക്കിയ നിന്റെ മോന് അവന്റെ സമ്പത്ത് നീ കൊടുത്തില്ലെങ്കിൽ അത് നാളെ അള്ളാഹുക്ക് സമാനം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണേ. മാതാപിതാക്കളെ നീതിപൂർവം. മൂത്ത മോനിത്ര, ഇളയ മോനിത്ര, നടുവത്ത മകനിത്ര, ദുബായ് നിൽക്കുന്നവനെത്ര, ഇവനിത്ര. ഇതൊന്നുമല്ല സമ്പത്തൊന്നുമല്ല. അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ. ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവകാശം. ഇപ്പോ ഒരു താൻ കണ്ടില്ലേ, ഒരു വക്കീല് കണ്ടില്ലേ, വടക്കൻ ജില്ലയില് 3 പെമ്മക്കൾ ഉണ്ടായിട്ട് ആ പെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്നത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി. കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയാദർശമനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള പെമ്മക്കൾക്ക് കിട്ടും. ഖുർആന് അത് എതിരാണ്. ഖുർആനിനെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതല്ല മുശ്രിക്കീങ്ങളുടെ നിയമത്തെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാക്കുക. ഏത് നിയമത്തെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് നിയമത്തെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഖുർആൻ എന്തിനാ പിന്നെ? ഹദീസ് എന്തിനാ പിന്നെ? ഖുർആനും ഹദീസും എന്തിനാണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. പരിശുദ്ധമായ ഖുർആൻ എക്കാലത്തും മാതൃകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ? അത് ഖിയാമത്ത് നാൾ വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ. ലോകത്തിന് മാതൃകയാണത്. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിനെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിയമത്തിന് എതിരായിട്ട് എൻ്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കാൻ നിന്ന അവൻ പിഴച്ചവൻ തന്നെ, യാതൊരു സംശയമില്ല. ഈ വക്കീല് പിഴച്ചുപോയി. കാരണം ഖുർആനെതിരെ ആര് പ്രവർത്തിക്കുന്നു അവൻ പിഴച്ചവനാണ്. ഇവിടെ അള്ളാഹ്ക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ പിഴച്ചതുകൊണ്ട് അള്ളാഹ്ക്ക് എന്താ നഷ്ടം? ഹബീബേ, ഞാൻ പിഴച്ചാൽ അള്ളാഹ്ക്ക് എന്ത് നഷ്ടം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ലക്ഷോപലക്ഷം മാലാഖമാര് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. 10,000 സ്വാലിഹീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആരിഫീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. 1,24,000 പരം അംബിയാ മുർസലീങ്ങളും സ്വഹാബാക്കളും അവർക്ക് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാലിഹീങ്ങളായ മുഖ്ലിസീങ്ങളായ എത്രയോ പേര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുക്ക് നമ്മളൊന്ന് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ ഇസ്സത്തിന് ഒരു കുറവും വരികയില്ല കേട്ടോ. അവന്റെ അഭിമാനത്തിന് ഒരു ക്ഷതം സംഭവിക്കുകയില്ല കേട്ടോ.
നമുക്ക് തന്നെയാണ് നഷ്ടം, നമുക്ക് തന്നെയാണ് നാശം. നാളെ ആഖിറം അള്ളാന്റെ കൈകളിലാണ്, നാളെ കോടതി അള്ളാന്റെ കൈകളിലാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ഈ നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, കുബുദ്ധികളെ അടക്കം ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ചവൻ ചോദിക്കുകയാണ്, ആർക്കാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളത്? ആരാണടാ സംസാരിക്കാൻ അവകാശമുള്ളത്? പരിശുദ്ധമായ ഖുർആനും ഹദീസും എടുത്ത് ഉലമാക്കൾ പറയുമ്പോ അതിനെ യൂട്യൂബിലൂടെ കയറ്റിയിട്ട് ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് പൊക്കിപ്പിടിച്ച് ചിരിച്ചിട്ട് കൈയടിച്ച് അട്ടഹസിച്ച് വ്യൂസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നെറികെട്ട തെണ്ടികൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓർക്കണേ, നാളെ ആഖിറത്തിൽ ഈ മരം കോന്തന്മാരെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, സംസാരിക്കടാ. ദുനിയാവിൽ യൂട്യൂബിലൂടെ നീ ഒരുപാട് സംസാരിച്ച് പണം ഉണ്ടാക്കിയവനല്ലേ, സംസാരിക്കടാ. ഇസ്ലാമിക നിയമങ്ങളെ പറയടാ. ഒരാൾക്ക് പോലും അവന്റെ ചൂണ്ടാണി വിരൽ അനക്കാൻ നാളെ സാധ്യമല്ല. ഇവിടെ തൊപ്പിയും തേങ്ങാ കൊലയൊക്കെ കിടന്ന് കളിക്കും. ആഖിറത്തിൽ അനങ്ങാൻ ഇവനെ കൊണ്ട് പറ്റൂല. ആഖിറത്തിൽ അനങ്ങാൻ ഇവനെ കൊണ്ട് പറ്റൂല. ലില്ലാഹിൽ മുൽകുൽ യൗം. അന്നത്തെ ദിവസം ആരുടെയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലിമനിൽ മുൽകുൽ യൗം. ഇന്നത്തെ അതിശാധികാരി ആരാണ് പറയടാ? എത്രയെത്ര ഇസ്ലാമിനെ തേജോപതം ചെയ്യുന്ന വൃത്തികെട്ടവന്മാര് അവിടെ വന്ന് നിരന്ന് നിൽക്കും, നായ്ക്കളെ പോലെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ അവരോട് അല്ലാഹ് ചോദിക്കും, ആരാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളവൻ? ലിമനിൽ മുൽകുൽ യൗം. ആർക്കാണടാ അധികാരമുള്ളത്? സംസാരിക്കടാ. ദുനിയാവിൽ നിന്റെ ഒളി ക്യാമറ വെച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് തെമ്മാടിത്തരം വിളമ്പിയവനല്ലേ, ഇന്ന് എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ നാവ് ശബ്ദിക്കാത്തത്? ഇന്നത്തെ ദിവസം നിന്റെ നാവിനെ നിശബ്ദമാക്കിയ വസ്തുത ഏതാണ്? പറയടാ അഹങ്കാരികളെ എന്ന് റബ്ബ് നാളെ വിളിക്കുമ്പോ ഒരാൾക്ക് പോലും സംസാരിക്കാൻ അവിടെ അവകാശമില്ല. അന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആ പ്രജാപതിയായ പടച്ച തമ്പുരാനല്ലാതെ നാളെ അവിടുത്തെ തീരുമാനമെടുക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തിന്റെ പേരാണ് മഹ്ശർ. അതുണ്ട്. എവിടം വരെ ഓടുന്നത്? എവിടം വരെ ഓടും? എത്ര ദിവസം ഓടും? എത്ര നാളോടും? ആരെ പേടിച്ചിട്ടോടും? എല്ലാം പള്ളിക്കാട് വരെ ഉള്ളു മക്കളെ, അതുവരെ ഉള്ളൂ. നിന്റെ റൂഹ് പോയ എല്ലാം തീർന്നു. റൂഹ് അവസാനിക്കുന്ന സമയം വരെ ഉള്ളൂ. ഈ പ്രൊപ്പഗണ്ട മൊത്തം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. പിന്നെ നിനക്ക് ആർക്കും നിന്നെ ആർക്കും വേണ്ട. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിടുകയാണ്. മരിക്കുന്ന സമയത്ത് വലിയ കരച്ചിലും വിളിയും നിലവിളിയൊക്കെയാണ്. പിന്നെ നിന്നെ കുറിച്ച് തന്നെ ഒരു ചർച്ച പോലുമില്ല. എത്രയെത്ര മഹാരഥന്മാരാണ്, എത്രയെത്ര മേലാളന്മാരാണ്, എത്രയെത്ര മുതലാളികളാണ്, എത്രയെത്ര അധികാരികളാണ് ഈ ദുനിയാവ് ഭരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഇന്ന് അവരെ കുറിച്ച് ഈ ലോകത്ത് ചർച്ചയുണ്ടോ? അവരെ ഇന്ന് ചർവിത ചർവണം നടത്തപ്പെടുന്നുണ്ടോ? അവരിന്ന് മണ്ണിനടിയിൽ ദുരിതം അനുഭവിക്കുകയായിരിക്കും കേട്ടോ. അവരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ഈ ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് ഒരു മനുഷ്യൻ പോലുമില്ല. കാരണം ഈ ദുനിയാവിൽ ചെയ്തു വെച്ചത് മൊത്തം തെമ്മാടിത്തരമാണ്. ഒരു നന്മയും ചെയ്തു വെച്ചിട്ടല്ല ഒരു അധികാരികളും പോയത്. എല്ലാ സമുദായത്തിന് എടങ്ങേറുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇവന്റെ നാശമാണ് അവസാനം അധികാരികളെ നികൃഷ്ടരായി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. അതാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ മൊത്തവും. എല്ലാവർക്കും അതാണ്. അധികാരത്തിന്റെ പേരിൽ എന്തുമാകാം, അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ എന്തുമാകാം. ഫിർഔനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഖാറൂനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഹാമാനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഉബയ്യ് ഇബ്നു ഖലഫും കളിച്ചത് അങ്ങനെ തന്നെയാ, അബൂജഹലും കളിച്ചു, ഉത്ബത്തും കളിച്ചു, ശൈബത്തും കളിച്ചു. പക്ഷേ ഇവരോടൊക്കെ കളിച്ചവർക്ക് പണി കിട്ടിപ്പോയി കേട്ടോ. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ സ്വഹാബാക്കളെയും ഈമാനുള്ളവരോടുമാണ് ഇവർ കളിച്ചത്. ഇവര് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞവരാണ്. അവസാനം ഈ ലോകത്ത് നിന്ന് നികൃഷ്ടരായി ചത്തുപോയില്ലേ. ഒരാള് പോലും അവരുടെ മൃതശരീരം ബഹുമാന പുരസ്സരം അടക്കാൻ പോലും തയ്യാറായില്ല. അബൂ ലഹബ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനാണ് പറഞ്ഞിട്ട് കാര്യം
കാര്യമില്ല. അബൂലഹബിനെ അള്ളാഹു ദഅവത്ത് ചെയ്ത് അള്ളാഹുവിന്റെ റസൂൽ ദഅവത്ത് ചെയ്തില്ലേ? പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേൾക്കാൻ കുടുംബക്കാരനായ അബൂലഹബ് തയ്യാറാകാതെ വന്നപ്പോ അവിടെ കിടന്ന് ചീഞ്ഞഴുകിയില്ലേ? വീടിന്റെ സമുച്ചയത്തിൽ ചീഞ്ഞഴുകി കിടന്ന നാറ്റമടിക്കുന്ന അയൽപക്കക്കാര് പരാതിയുമായി പോവുകയാണ്. ദുർഗന്ധം വമിക്കുന്നു. ആ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റണേ. സ്വന്തം മക്കള് പോലും തന്റെ പിതാവിന്റെ ശരീരം എടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ എത്യോപ്യയിൽ നിന്ന് കറുത്ത വർഗക്കാരെ കൊണ്ടുവന്ന് ഒരു കുന്തം കൊണ്ട് അബൂലഹബിനെ കുത്തി വീട്ടിന്റെ മുകളിൽ നിന്ന് ചവറ്റുകൊട്ടയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു. അവിടെ കിടന്ന് പുഴുവരിച്ചാണ് ചത്തുപോയത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അബൂലഹബ് സമ്പാദിച്ച കോടാനുകോടികളോ അവന്റെ സന്താനങ്ങളോ അവന് യാതൊരു ഗുണവും ചെയ്തില്ല. വളരെ നികൃഷ്ടനായി ഈ ലോകത്ത് നിന്ന് പുഴുവരിച്ച് ചത്തുപോയി. എന്ത് ഫായിദ ഉണ്ടായി? ഫറോവ ചത്തതും അങ്ങനെ തന്നെയല്ലേ? ഞാനാണ് റബ്ബെന്ന് വാദിച്ചവനല്ലേ ഫറോവ? എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്ന് വാദിച്ച ഫറോവ അവസാനം അവനെ വെള്ളം മുക്കിക്കൊല്ലാൻ തയ്യാറായപ്പോ ആ വെള്ളത്തിന്റെ ആഴക്കടലിലേക്ക് അവൻ ചാവുകയാണ്. അവൻ വെള്ളം കുടിച്ച് ചാവുകയാണ്. ഇതാ സമയത്ത് വിളിച്ചു പറയുന്നു, മൂസ നിന്റെ മതമാണ് സത്യമെന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് മൂസ, എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തി മൂസ, നീയും നിന്റെ റബ്ബിലും ഞാൻ വിശ്വസിക്കുന്നു മൂസ. അവനും ചത്ത് നികൃഷ്ടമായി പോയി. അവനും പോയത് വളരെ നികൃഷ്ടമായ അവസ്ഥയിലാണ്. കാറൂനും ചത്തത് അങ്ങനല്ലേ? ഇബ്രാഹിം നബിയെ ഇടങ്ങേറാക്കിയ നമ്രൂദും അവന്റെ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് ചത്തത് അങ്ങനെയല്ലേ? കേവലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു കൊതുകിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അറബികളായ അഹങ്കാരികൾ പോലും ചോദിച്ചു, മുഹമ്മദേ നിന്റെ റബ്ബിന് കൊതുകിനെ കുറിച്ചാണോ പറയാൻ ചർച്ച ചെയ്യാനുള്ളത്? എത്രയോ വലിയ വലിയ വന്യജീവികൾ ഈ ലോകത്തുണ്ടായിട്ട് നിന്റെ റബ്ബിന് കൊതുകിനെ മാത്രമേ ഉദാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വെല്ലുവിളിച്ചവരും അള്ളാന്റെ റസൂലിനെ ആക്രോശിച്ചവരും അള്ളാന്റെ റസൂലിനെ പ്രഹസനം കൊണ്ട് വേദനിപ്പിച്ചവരുമാണ്. എങ്കിൽ ഓർക്കണേ, അതേപോലൊരു കൊതുകായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദനിപ്പിച്ച നമ്രൂദിന്റെ മൂക്കിലൂടെ കയറ്റി തലയിലൂടെ കയറ്റി അവന്റെ സ്വന്തം കൈ കൊണ്ട് അവന്റെ തലക്കടിപ്പിച്ച് അല്ലാഹു തആല അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, അധികാരം നിനക്ക് മാത്രമാണ് പടച്ചവനെ. നീയാണ് അധികാരി അല്ലാഹ്, നീയാണ് ഭരണാധികാരി അല്ലാഹ്. നിന്റെ കൈകളിലാണ് നീതിപീഠം പടച്ചവനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഓശാരമായിട്ടാണ് ഈ അധികാരം നീ നൽകുന്നത്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുമ്പോൾ അവനിൽ നിന്ന് അധികാരം നീ തിരിച്ചു പിടിക്കുന്നു അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നവരെ ഉയർത്തുന്നു അല്ലാഹ്, നീ ഇഷ്ടപ്പെടുന്നവരെ താഴ്ത്തി കളയുന്നു അല്ലാഹ്. ഇതിന്റെ മുഴുവനും അതീശാധികാരം നിനക്ക് മാത്രമാണ് പടച്ച റബ്ബേ. ഖുൽ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. മാലിക്കൽ മുൽക്ക് അല്ലാഹ്, മാലിക്കുൽ മുൽക്ക് അല്ലാഹ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ്, ഈ ലോക സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ്. അംബാനിയും അദാനിയും ഒന്നും അല്ല സമ്പത്തിന്റെ ഉടമസ്ഥൻ, അല്ലാഹ്. അംബാനിക്കോ അദാനിക്കോ ഒരു രോഗം വരട്ടെ, അവന്റെ കോടാനുകോടി സമ്പത്ത് കൊണ്ട് അവന്റെ രോഗത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. എത്രയെത്ര സമ്പന്നന്മാരാണ് ഇപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചുപോയത്. എന്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല? ഒരിക്കലും അത് സാധ്യമല്ല സഹോദര. കാരണം അവന്റെ കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലാണ്. അല്ലാഹുവാണ് അവരെ നിയന്ത്രിക്കുന്നത്. അല്ലാഹുവാണ് അവർക്ക് റൂഹ് കൊടുത്തത്. അല്ലാഹുവാണ് അവർക്ക് ആയുസ് നൽകിയത്. ആയുസിനെ അവൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ചു പിടിക്കുമ്പോ കോടാനുകോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ ആശുപത്രിക്കാര് എഴുതിയെടുത്തിട്ട് അവസാനം അഫ്സോസ്, ഖേദം, സോറി 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 എന്ന വാക്കോടുകൂടി ഐസിയുവിൽ നിന്ന് ഡോക്ടർമാര് കൈമലർത്തിയിട്ട് വരും, അദ്ദേഹം എക്സ്പയർ ആയി മരിച്ചുപോയി കേട്ടോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 75 ലക്ഷമാണ് ബില്ല് കേട്ടോ, 75 ലക്ഷം.
എന്നിട്ട് എന്ത് കിട്ടി? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോയി. ഇത്രയുള്ളൂ സഹോദര. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ മഹലിലെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയി. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഡോക്ടർമാരടക്കം അവിടുത്തെ ആശുപത്രി ജീവനക്കാരടക്കം പറഞ്ഞു 75 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാഹു അക്ബർ. 75 ലക്ഷം രൂപ. അള്ളാഹു അപ്പൊ നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന അവയവങ്ങളുടെ കണക്ക് നീ ഒന്നിട്. ഒന്ന് കണക്കിട്ടെ സഹോദര. ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം, ഓപ്പൺ സർജറി ആണെങ്കിൽ 10 ലക്ഷം 12 ലക്ഷം, ക്യാൻസറിന്റെ രോഗം വന്ന് മജ്ജ മാറ്റി വെക്കണമെങ്കിൽ 1 കോടി രൂപ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ സാക്ഷിയാണ്. ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, കരുനാഗപ്പള്ളിക്കാരനാണ്, 10 വയസ്സുകാരനായ പൊന്നുമോൻ മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. വർഷങ്ങളോളം അവിടെ പോയി ചികിത്സിച്ചു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചു. അവസാനം അവര് പറഞ്ഞ ഒരു വഴിയാണ്, മജ്ജ മാറ്റിവെക്കണം, 1 കോടി രൂപ ചെലവാവും. 1 കോടി രൂപ ചെലവാവും. ഞാൻ ആ വാപ്പയോട് പറഞ്ഞു, സഹോദര നിങ്ങൾ ചെയ്യണ്ട, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ പോകട്ടെ. സ്വർഗത്തിൽ ഈ മോനെ നമുക്ക് അള്ളാഹു നൽകും, നിങ്ങൾക്ക് ഇനിയും അള്ളാഹു മക്കളെ നൽകും. വെറുതെ എന്തിനാ നിങ്ങൾ ഇതിനു വേണ്ടി? ഇതിവന്മാരുടെ ഒരു കളിയാണ് സുഹൃത്തുക്കളെ. തന്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും വിറ്റ് 1 കോടി രൂപ കൊടുത്തു ഓപ്പറേഷൻ ചെയ്തു. 10ാമത്തെ ദിവസം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1 കോടി രൂപയും പോയി, വീടും പോയി, മോനും പോയി. പോയില്ലേ? എല്ലാം പോയില്ലേ? ഇതൊക്കെ ഒരു കച്ചവട സഹോദര. ഇതെല്ലാം ഒരു കച്ചവടം തന്നെയാണ്. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അല്ലെങ്കിൽ പിന്നെ എത്രത്തോളം ആശുപത്രി. പണ്ട് നമ്മൾ ആശുപത്രിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ആശുപത്രികളുടെ പരസ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത്ര രൂപയിൽ നിങ്ങൾക്ക് കൺസെഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കുള്ള ചികിത്സ കിട്ടും, ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും, മക്കളില്ലയോ നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി, ഇഷ്ടം പോലെ മക്കളെ ഞങ്ങൾ ഉണ്ടാക്കി തരാം, ഇതാ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞ ഇങ്ങനെ പോസ്റ്ററോടെ പോസ്റ്റർ. മക്കളെ ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് ഇവന്മാരുണ്ടാക്കി തരുന്ന മക്കളെ നമുക്ക് എന്തിനാണ്? അല്ല തീരുമാനിച്ചുണ്ടായി തരുന്ന മക്കളല്ലേ നമുക്ക് വേണ്ടത്. എന്തിനാണ് അതിന്റെ പിന്നാലെ നിങ്ങൾ പണം ചെലവാക്കാൻ പോണത്? അല്ല നിനക്ക് മക്കളെ തീരുമാനിച്ചുണ്ടായി തരും, ഇല്ലെങ്കിൽ ഇല്ല, സബൂർ ചെയ്ത് തീർന്ന്. എന്തിനാണ് ഈ അത്യാധുനിക ഉപകരണങ്ങളുടെ അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് ഇത്ര നാൾ വെച്ച് പിന്നെ അവിടെ കൊണ്ട് കിടത്തി ഇവിടെ കിടത്തി അവിടുന്ന് കുത്തി ഇവിടുന്ന് കുത്തി കൊച്ചിനെ എടുത്തിട്ട് പിന്നെ 10 മാസം ഇങ്ങനെ തന്നെ മലന്നിങ്ങനെ തന്നെ കിടന്നോണം തീരെഴുതി ഇങ്ങനെയൊക്കെ എന്തിനായി കോഴിക്കുഞ്ഞിനെ അടക്കോഴിയെ പോലെ വെച്ച് പൊരിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ സുഹൃത്ത്? ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ ഇരിക്കല്ലേ. അല്ല ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിനെ തന്നപ്പോൾ നിനക്ക് അതിന് വിലയില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പോകുന്നത് ഈ ആധുനിക സംവിധാനത്തിലുള്ള ഒരു കുട്ടി വരുമ്പോ 10 ലക്ഷം 12 ലക്ഷം രൂപ ചെലവാ. ഫ്രീ ആയിട്ടല്ല ഒരു കുഞ്ഞിനെ നമുക്ക് തന്നപ്പോ വിലയില്ല. അല്ലാ നിന്നോട് ശുക്രില്ല, അല്ലാ നിന്നോടൊരു മതിപ്പുമില്ല. അല്ലാ فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. നമ്മുടെ മക്കൾ ഗർഭിണിയാകുമ്പോ അല്ലെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ ഗർഭിണിയായതിന്റെ അടയാളം സിംബളങ്ങാനും കണ്ടാല് ഉടനെ തന്നെ അവർ ദുആ ചെയ്യും, പടച്ച റബ്ബേ ലൈനാ തൈതനാ സ്വാലിഹാ ലനകൂനന്ന മിനശ് ശാകിരീൻ. നീ ഒരു നല്ല ഒരു കുഞ്ഞിനെ തന്നാല്, സ്വാലിഹായ കുഞ്ഞിനെ തന്നാല് നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ, നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ. ഒരു സാലിഹായ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഈ മക്കളുടെ ദുആ കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാലിഹായ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ കൊടുത്താൽ ആ മക്കളെ ഈ മാതാപിതാക്കളെ വഴികേടിലേക്കല്ലേ കൊണ്ടുവിടുന്നത്. മക്കളില്ലാതെ ഇരുന്ന് കഷ്ടപ്പെട്ട് അല്ലാഹു തആല മക്കളെ കൊടുത്തു. ഈ മക്കളെ അവസാനം അല്ലാഹു തആല അവന് വേണ്ടിയിട്ട് കൊടുക്കാതെ എവിടെ കൊണ്ടുപോയി കൊടുത്തു? പാട്ടിനും ഗാനമേളയ്ക്ക് നൃത്തം ചവിട്ടാനും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് കുഞ്ഞുമക്കള് പാട്ട് പാടിയിട്ട്
ഒരുപാട് പണമുണ്ടാക്കാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ മാതാപിതാക്കളും നമസ്കാര തഴമ്പുള്ള വാപ്പ അടക്കം വന്ന് ടിവിയുടെ മുന്നിലിരുന്നിട്ട് ഈ മക്കളെ അന്യപുരുഷന്മാരുടെ മുന്നിലിരുത്തി പാട്ട് പാടിപ്പിച്ച് കാശുണ്ടാക്കുകയല്ലേ. ഈ കുട്ടി ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഈ വാപ്പ ദുആ ചെയ്തതാണ്, അല്ലാഹുവേ ഒരു സാലിഹായ കുട്ടിയാണ് നീ എനിക്ക് നൽകുന്നതെങ്കിൽ ആ കുട്ടിയെ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു കൊള്ളാം. അല്ലാഹു തആല ദുആ കേട്ടിട്ട് കുട്ടിയെ സാലിഹായി ദുനിയാവിലേക്ക് അയച്ചു. അവസാനം ആ കുട്ടിയെ കൊണ്ടുപോയി വിട്ടത് എവിടെയാണ്? തിയേറ്ററിന്റെ മുന്നിലാണ്. നന്ദിയില്ല മനുഷ്യൻ, നന്ദിയില്ല മനുഷ്യൻ. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു തആല പറയുന്ന സഹോദരാ മോനെ നീ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണത്. നിനക്കായുള്ള ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ. അല്ലാഹു നിനക്ക് പഞ്ചേന്ദ്രിയം നൽകിയില്ലേ? ഈ പഞ്ചേന്ദ്രിയത്തിലൂടെ പല ഗുണങ്ങളാണ് അല്ലാഹു നൽകിയത്. കണ്ണുകൊണ്ട് 3 ഗുണങ്ങളാണ്, കാതുകൊണ്ട് 4 ഗുണങ്ങളാണ്, മൂക്ക് കൊണ്ട് 4 ഗുണങ്ങളാണ്, നാവ് കൊണ്ട് 4 ഗുണങ്ങളാണ്, ശരീരത്തിന്റെ ടച്ചിങ്ങിലൂടെ ചർമ്മത്തിലൂടെ 2 ഗുണങ്ങളാണ്. അങ്ങനെ 2, 3, 4 ഒക്കെയായി അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അനുഗ്രഹം ചെയ്തിട്ട് 5 നേരത്തെ നമസ്കാരത്തിലേക്ക് അല്ലാഹു നിന്നെ ക്ഷണിക്കുമ്പോ നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല, സമയമില്ല. ഈ സമയമില്ലാത്ത ഇവൻ രാവിലെ 3 മണിക്ക് വാഹനത്തിലൂടെ യാത്ര ചെയ്തിട്ട് അവൻ പൊള്ളാച്ചിയിലേക്ക് പോവുകയാ. എന്തിനാണെന്നറിയുമോ? കടയിലത്തേക്ക് സാധനമെടുക്കാനാണ്. കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്, ചെന്നൈയിലേക്ക് പോവുകയാണ്, കൊൽക്കട്ടയിലേക്ക് പോവുകയാണ്, ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. എന്തിനാണ്? കടയിൽ സാധനമെടുക്കാനാണ്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നു, ളുഹറിന് ബാങ്ക് വിളിക്കുന്നു, അസറിന് ബാങ്ക് വിളിക്കുന്നു. നമസ്കരിക്കാൻ പോകാൻ അവനെ കൊണ്ട് സമയമില്ല, സമയമില്ല. കടയിൽ കച്ചവടം കിട്ടാൻ വേണ്ടി സാധനങ്ങൾ കുറഞ്ഞപ്പോ വണ്ടി എടുത്തിട്ട് ഉറക്കമിളച്ചിട്ട് ഇതാ ഓടുകയാ, കിലോമീറ്ററുകൾക്കപ്പുറം ഓടുകയാണ്. അല്ലാഹ്ക്ക് വേണ്ടിയല്ല, കച്ചവടത്തിന് വേണ്ടിയാണ്. അവിടെ അവൻ അപകടം സംഭവിച്ചാൽ അവിടെ കിടന്നിട്ട് വീട്ടിലുള്ള ഉമ്മയോടോ ഉപ്പയോടോ ഭാര്യമാരോടോ മക്കളോടോ പെട്ടെന്ന് വിളിച്ചു പറയുകയാണ്, അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണേ, ഞാനിവിടെ ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാ, അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, ഒന്ന് ദുആ ചെയ്യാൻ പറയണേ. നമസ്കരിക്കാത്തവനാണ്, നോമ്പെടുക്കാത്തവനാണ്, പള്ളിയുടെ തൊട്ടരികിൽ കിടന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാത്തവനാണ്. അപകടം പറ്റിയപ്പോ, രോഗം പിടിപെട്ടപ്പോ ആ പള്ളിയിലെ ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ വിളിച്ചു പറയുന്നു. എന്റെ പൊന്നു സഹോദരാ, ആ ദുആ അല്ലാഹ്ക്ക് വേണ്ട കേട്ടോ. ആരോഗ്യമുള്ളപ്പോ എനിക്ക് അല്ലാഹ് വേണ്ട, ചാവാറായപ്പോ എനിക്ക് അല്ലാഹ് വേണം അല്ലേ? അല്ല പൊട്ടന ചാവാറായപ്പം നീ ചാവാറായപ്പോ ചത്തുപോകുന്ന കാണുമ്പം ഉടനെ വിളിച്ചു പറഞ്ഞു ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അറ്റാക്ക് വന്ന ആശുപത്രി കിടക്കുന്നവന് ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കൊടുക്കുന്നത് 100 ഉലുവ, 100 ഉലുവ. ആശുപത്രിയുടെ ബില്ല് 10 ലക്ഷം. ഒരു പ്രശ്നവും ഇല്ല. എന്തിനാണ് നിങ്ങൾക്ക്? എനിക്കിതൊക്കെ ദേഷ്യമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തനെ വകവെക്കയില്ല. എന്റെ ശൈലി എങ്ങനെയാണ്? എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും, ചെറിയാൻ പറഞ്ഞാലും, ചക്കറിയ പറഞ്ഞാലും, കുക്കറിയ പറഞ്ഞാലും, അവന്റെ തന്ത പറഞ്ഞാലും എനിക്കിവിടെ ഒന്നൊരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ ദീന്റെ കാര്യം സത്യമായിട്ട് വിളിച്ചു പറയും. നമുക്ക് എന്തിനാ പ്രശ്നം? ഇവനൊക്കെയാണ് തീരുമാനിക്കുന്ന ദീന്റെ കാര്യങ്ങൾ. നമ്മളല്ല, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീന. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചക്രിയയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ചക്രിയ ഇതിനകത്ത് ചൊറിയാൻ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ. മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ മുസ്ലിം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചക്രിയ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ പോണത്? നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, പെണ്ണുങ്ങളുടെ കാര്യം, കുടുംബ ജീവിതത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അവൻ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്? ഈ തൊപ്പിക്കാരൻ വന്ന് അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്? അവൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ കെട്ടിയോൾക്ക് പോയി തൊപ്പിയിട്ട് കൊടുക്കട്ടെ. അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവൻ നമ്മളെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്ന ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഖുർആനും ഹദീസും അല്ലാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനകത്ത് ഹൂർലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പമിപ്പോ? അത് പറയുമ്പോ മാത്രം നിനക്കെന്താ എത്ര പുളുത്തം? ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന്, ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന് ഉമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കീറിയ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല. മലക്കച്ചവൻ കെട്ടിയിട്ട് നടക്കുന്നതിനും പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. പരിശുദ്ധമായ ഖുർആനിൽ ഹൂർലിങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ ഇവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ പ്രശ്നം? അതെന്താ സഹിക്കാൻ കഴിയാത്ത? അതെന്താ പ്രശ്നം? ഇത് നേരിൽ കാണുമ്പോ ഇവന്മാർക്ക്
പറയുന്നു എന്താ ഇളകാത്തത്? ഇത് ഖുർആൻ പറയുമ്പോൾ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? ഹദീസ് പറയുമ്പോൾ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗം തരും, നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്, മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ അല്ലാഹു തആല നമുക്ക് മനസ്സിന് റാഹത്തും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അല്ലാഹു തആല പറയുന്നു ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഏത് മീഡിയക്കാരനാ വ്യാഖ്യാനിക്കാൻ പറ്റുക? അതിനകത്ത് പറയുന്ന കാര്യം അതിനെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല. അല്ലാഹു ഒരു ഹൂറികളെ കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മളത് അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരിക്കലും അതിൽ നമുക്ക് മാറ്റിമറിക്കാൻ അവകാശമൊക്കില്ല. അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കുക എന്നുള്ളത്. ആയത്തുകൾ മാറ്റിമറിക്കുക, മറച്ചു വെക്കുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ. എന്താ ഉഷാറില്ലേ ആർക്കും? നിങ്ങൾക്ക് ഉഷാർ പറയുന്നുണ്ടായിരിക്കും. മഴ അത് നിർത്തിയേക്കാം. ആൾക്ക് ദീൻ കേൾക്കാൻ താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് മഴ പെയ്യലാണ് ഖൈർ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇത്രയും ദീൻ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് വന്നിരുന്ന് ഇതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം കൊടുക്കണം. നമ്മുടെ ദീനിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ദീൻ കേൾക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മുസ്ലിയാരെ നോക്കിയിട്ടല്ല വാത് കേൾക്കാൻ വരുന്നത്, മുസ്ലിയാരെ നോക്കിയിട്ടല്ല. അവിടെ പറയുന്നത് എന്താ? ഖുർആനും ഹദീസുമാണല്ലോ. ആ ഖുർആനും ഹദീസും പറയുമ്പോൾ ആ ഖുർആനും ഹദീസിനോടുള്ള ബഹുമാനം അത് ആര് പറഞ്ഞാലും അള്ളാന്റെ കലാമാണ്, നബിതങ്ങളുടെ വചനങ്ങളാണ് എന്നുള്ള നല്ല മനസ്സിന്റെ ആ ഒരു നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ വന്നിരുന്ന് കേൾക്കേണ്ടത്. അല്ല മറ്റാരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ ഇ പി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആൾ കൂടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അതിനകത്ത് ആൾ കൂടുന്നത് കൊണ്ട് എനിക്ക് വലിയ ഫഖർ കൂടെയില്ല. എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് 10,000 കണക്കിന് ആൾ കൂടുന്നത് കൊടുത്തൊന്നും എനിക്ക് വാതിന് ഉഷാർ കിട്ടുമൊന്നുമില്ല. എനിക്ക് 10 പേര് കിട്ടിയാൽ മതി. കേൾക്കാൻ താല്പര്യമുള്ള 10 പേര് തിൽക്കാശരത്തും കാമില്ല റാഹത്തായി അള്ളാന്റെ ദീൻ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എനിക്കതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. ഞാൻ 30 വർഷം വാത് പറയാൻ തുടങ്ങി. 30 വർഷമായി. 1995 മുതൽ വാത് പറയാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്ന് വരെ നമുക്ക് ആള് കൂടുതലല്ല വിഷയം. പറയുന്നത് ഇച്ചിരി പച്ചയ്ക്ക് പറയണം, അത് കേൾക്കണം, പഠിക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല? അതാണ് നമ്മുടെ വിഷമം. എന്തുകൊണ്ട് ഇത്രയും കേട്ട് ഈ ഉമ്മത്തിന് മാറ്റം വരുന്നില്ലല്ലോ? അതുകൊണ്ട് ഈ ബാലിനോട് തന്നെ വെറുപ്പായി പോയി. ഹക്ക് പറയാണ്. ഇതിട്ട് അലക്കുമ്പോൾ നമ്മുടെ കൗമ എൻ്റെ പറയും കമന്റ്, ആ മൊയ്ലിയാരെ കുനിച്ചിരുത്തിയിടിക്കുക ആരുമില്ലല്ലേ, ആ മൊയ്ലിയാർക്ക് ഇവനെ കൊടുക്കാനേ, ഇവനൊക്കെ ഏതാണ് മൊയ്ലിയാർ? ആരാ പറയുന്നത്? ഒരു ജോസഫ് ഔസേപ്പോ അല്ല പറയുന്നത്, നമ്മുടെ കാക്കാമാര്. അതാണ് നമുക്ക് സഹിക്കാൻ ഒക്കാത്തത്. നമ്മുടെ കാക്കാമാര് പറയുന്നത്. എന്താ ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ എന്താ ഏത് കാലത്ത് ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ ചാവാറാകുമ്പോൾ ദ്വാരക്കണ്ട നമ്മളാണ്. ഇവൻ്റെയൊക്കെ ചത്തി ഇവൻ്റെ ശവം മുന്നിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു പറഞ്ഞ് കൈ കെട്ടിയിട്ട് അള്ളാഹു മഗ്ഫിറലഹു വറഹ്മു, പണ്ടാരക്കാലിന് പുറത്തോട് പടച്ചവന് എന്ന് പറയേണ്ടത് നമ്മളാണ്. ഇവനൊക്കെ നമ്മൾ എങ്ങനെ ദ്വാരക്കും മനസ്സ് തുറന്നിട്ട് എങ്ങനെ ദ്വാരക്കും കൊണ്ടുവരുന്ന ചത്ത് കഴിയുമ്പോൾ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? ഇവനൊക്കെയുള്ള മുസ്ലിയാക്കന്മാരെ കുറ്റം പറയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ എന്തിനാണ് നീ എല്ലാം കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇസ്ലാമിനോ ശരീഅത്തിനോ എതിരായിട്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഓക്കെ, നിനക്ക് കുറ്റം പറയാം, ആലിമിനെ ചോദ്യം ചെയ്യാം. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുള്ള അവകാശം?